എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലെ വളരെ പ്രസരിപ്പോടുകൂടി സന്തോഷത്തോടെയും ആർത്തിയോടെയും കൊതിയോടെയും ദൈവ പക്കൽ നിന്ന് ഒരു സമാശ്വാസം ലഭിക്കുമെന്നുള്ള ഉറപ്പോടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു അഭയകൂടാരം പോലെയാണ് കൃപാസനം. ഇതിലൂടെ ദൈവം എല്ലാ മക്കളോടും, ഒരു പക്ഷേ എല്ലാ മക്കളോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻസ് ആസ് വെൽ ആസ് നോൺ ക്രിസ്ത്യൻസ്, എല്ലാ മക്കളോടും, അതായത് വേദന, നമ്മുടെ കൃപാസനത്തിൽ വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് അതിനൊരു പരിഹാരമില്ല, നമ്മൾ നിസ്സഹായരാണ് എന്ന് തോന്നുന്ന സമയത്താണ് മനുഷ്യർ കൃപാസനത്തിൽ വരണത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ യോഗ്യത. അവരുടെ പ്രശ്നമാണ് അവരുടെ യോഗ്യത. നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ദൈവ സന്നിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപമൊക്കെ നമുക്ക് അയോഗ്യതയായിട്ട് പറയാം. പക്ഷെ കൃപാസനത്തിൽ വരുമ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ രോഗമാണ് നമ്മുടെ യോഗ്യത, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിവാക്ക് പറയണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ടെസ്റ്റിമണീസ്. നമുക്ക് ദൈവം തന്ന ഒരു സ്വത്താണ് നമ്മുടെ സാക്ഷ്യങ്ങൾ വിശ്വാസക്കോടികളുടെ സ്വത്താണ്. എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്കറിയാം, എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ദൈവം എന്നെ സഹായിക്കും. ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ, ഇതൊന്നും നോക്കാതെ നിനക്ക് ദൈവദർശനത്തിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമായിട്ട് പരിശുദ്ധ അമ്മ കൃപാസനത്തെ വളർത്തിയതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ വിഷമിക്കാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. അത് ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ കൂടുതൽ സമയം വിഷമിക്കാനാണ് എടുക്കുന്നത്. ഈ വിഷമിക്കാൻ എടുക്കുന്ന വിഷയത്തേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. എൻ്റെ സഹോദരനൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ വിഷമിക്കാൻ വേണ്ടി ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന നിനക്ക്, ആരാധന എന്റെ സ്നേഹമേ, ആരാധന നിനക്ക്, ആരാധന ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ധ്യാനം രാവിലെ ആണ് സാധാരണ റെക്കോർഡ് ചെയ്യണത്. ഇപ്പം രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈശോ പറഞ്ഞ് തന്നില്ല. സാധാരണഗതിയിൽ ധ്യാനത്തിന് 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ കർത്താവ് എനിക്ക് ക്ലൂ തരും, ഈ വിഷയത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരും, ഒരടയാളമൊക്കെ തരും. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തണുത്തങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് ആൾക്കാരെ കയറിയതിന് ശേഷം പിന്നെ പെടാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഒരു 100,000 ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഞാൻ 36-37 കൊല്ലം ധ്യാനിപ്പിച്ച് പരിചയമുള്ള ആളാണ്. പക്ഷെ അതല്ല, അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വാക്കിയോ അല്ലെങ്കിൽ കഥ നോക്കിയോ പറയണമല്ല. ഇത് ഡയറക്റ്റ് ജീസസ് സംസാരിക്കണം. തന്നെയല്ല, നേരത്തെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് കോപ്പി ഇടിയാവും. നേരത്തെ സംസാരിച്ച സമയങ്ങളില്ലേ എന്തുമാത്രം കാര്യങ്ങൾ ഈശോ ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചു. ധ്യാനത്തിൻ്റെ ഒരു റെവലേഷൻ എലമെൻറ്റ് വരണവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഒരു റെവലേഷൻ കണ്ടൻറ്റ് എന്നുവെച്ചാൽ വെളിപാട് കണ്ടൻറ്റ് വരുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ധ്യാനം തന്നെ നേരെ അതുപോലെ പഠിച്ച് വീണ്ടും പറഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയല്ല, വെളിപാടിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി, വെളിപാടിൻ്റെ കണ്ടതുകൊണ്ട് ശക്തിയെ അതങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ അറിവല്ല കൊടുക്കുന്നത് ആൾക്കാർക്ക്, അഭിഷേകമാണ് കൊടുക്കുന്നത്. വ്യത്യാസമുണ്ട് ഭയങ്കര. അറിവിൻ്റെ അകത്ത് വരണ ഇൻഫർമേഷനാണ് വരണത്. ഇൻഫർമേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം ഇൻഫർമേഷൻ ഇപ്പോൾ കെമിസ്ട്രി ഇൻഫർമേഷനാണ്, മാത്തമാറ്റിക്സ് ഇൻഫർമേഷനാണ്, എല്ലാ നോളജും ഇൻഫർമേഷനാണ്. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയല്ല. വേർഡ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ്ങാണ് വരേണ്ടത്. ശക്തി വരണം, അതിൻ്റെ സൗഖ്യം വരണം, ബോധ്യം വരണം, നിലനിൽപ്പ് വരണം. ബോധ്യം കിട്ടിയാൽ നമുക്ക് നിലനിൽക്കും. ഇത് ഇന്നതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ തന്നെയല്ല, നമ്മൾ ഇപ്പം നിനക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുമോ, ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ, റിസൾട്ട് വന്നിട്ടില്ല. അപ്പം നീ പേടിച്ചിരിക്കുകയാണ്, റിസൾട്ട് എന്താകുമോ എന്ന് ഞാൻ. പക്ഷേ കർത്താവ് എന്നാ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഭയം ഉൾപ്പെടെ വന്നിട്ടിങ്ങനെ അഭിഷേകം ചെയ്ത് കളയും. അതാണ് വചനപ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. അഭിഷേകം ചെയ്ത് കളയും. അത് നിനക്ക് നിലനിൽപ്പിൻ്റെ വരം തരികയും നിൻ്റെ മനസ്സിൻ്റെ ഉദ്വിഗ്നതയൊക്കെ അങ്ങ് കെടുത്തിയിട്ട് നിങ്ങൾ നിലനിർത്തി തരും. പക്ഷേ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കരുത്, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയും. അഭിഷേകവും നിരന്തരം പ്രാർത്ഥിക്കുന്നത് തമ്മിൽ ഭയങ്കര പല ബന്ധമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കേണ്ട, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഫിലിപ്പി 4:4 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ലൈൻസിന്റെ പോക്ക് കണ്ടല്ലേ? എന്താ? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ. അപ്പോൾ ദ വെരി നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ പേര് പോലും നമുക്കെന്താണ്? സന്തോഷത്തിൻ്റെ കാരണമാണ്. ചിലരുടെ ഓർമ്മകൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. അതുപോലെ കർത്താവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകും, ഹസ്ബൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ വൈഫുണ്ടാകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും. ഇവരിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾ എന്നേക്കാൾ നല്ല അനുഭവമുള്ള ആൾക്കാരല്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് ഫോർ കുറച്ച് സമയം. കുറച്ച് കഴിയുമ്പോൾ മക്കൾ ഇപ്പോൾ അവർ ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ മറന്നു പോകും. അവരും മറക്കും, നമ്മളും മറക്കും. മനഃപൂർവ്വമല്ല, നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, വേറെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഇതുപോലെ അപ്പോൾ അങ്ങനെ മറക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം, ആ സമയത്ത്
ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് സ്വിച്ച് ഓഫാണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യത്തില്ല. ഇതുപോലെ സിസ്റ്റമെല്ലാം കറക്റ്റാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്പനുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് സംടൈംസ്. അവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എപ്പോഴും, പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ഇല്ല, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സീരിയസ് ആണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഈ കോൾഡോ നമുക്ക് ഈ രുചിഭേദങ്ങളെപ്പോലെ തന്നെയാണ്. ദൈവം ഒരു പേഴ്സണായത് കാരണം എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾക്കും ന്യൂട്രല്ല ഒരിക്കലും. എനിക്കങ്ങനെയാണ് കർത്താവിനെ മനസ്സിലായിരിക്കും. 4 വയസ്സ് മുതൽ ദൈവത്തിനെ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ന്യൂട്രല്ല, ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആൻസറബിളായിരിക്കും എല്ലാ വിഷയവും. അതുകൊണ്ടാണ് നീ നിൽക്കുന്ന ഞാൻ അറിയുന്നു, നീ കിടക്കുന്ന ഞാൻ അറിയുന്നു, നീ ഉറങ്ങുന്ന ഞാൻ അറിയുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല. സങ്കീർത്തനം എടുത്ത് 21:4 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 കൂടെ ഇരിപ്പാൻ. ആരാധന ആരാധന യേശുവേ ആരാധന. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. 121:4. ഇസ്രായേലിന്റെ പരിപാലകൻ. ഒന്ന് പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഉറക്കവും മയക്കവും ഒക്കെ എല്ലാം ഒരുപോലെയാണല്ലേ. ഒരാൾ മയങ്ങിയിരിക്കണമെങ്കിലും ആൾ ഉറങ്ങിയിരിക്കണമെങ്കിൽ ഫലത്തിൽ ഉറക്കം തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ മയങ്ങിയിരുന്നാലും ഉറങ്ങിയിരുന്നാലും ഫലത്തിൽ ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മീമാംസകളിലൊക്കെ ദൈവത്തിന് മീനാക്ഷി എന്നൊക്കെ വിളിക്കത്തില്ലേ? എന്താ മീനിൻ്റെ അക്ഷിയുള്ള ആൾ, കണ്ണിന് എന്താ മീനിന് കൺപോളയില്ലല്ലോ, അതിങ്ങനെ എപ്പോഴും തുറന്നിരിക്കുക അല്ലേ, എല്ലാം തുറന്നിരിക്കുക. അതുകൊണ്ടാണ് മീനിൻ്റെ കണ്ണ് എന്നുവെച്ചാൽ കൺപോളയില്ലാത്ത ആൾ, എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഉറങ്ങാത്ത ആൾ, മയങ്ങാത്ത ആൾ. അതിൻ്റെ അങ്ങനെ പറയാന്ന് വെച്ചാൽ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ എന്നാണ് പറയണത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വസിക്കുന്ന ആരും ഇസ്രായേലിനാണ്. ആരാണ് വിശ്വസിക്കണത് അവൻ ഇസ്രായേലിൻ്റെ അർത്ഥം എന്താണ്? ദ ചോസൺ. അതാണ് ദ ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ട ആൾ. ദൈവത്താൽ ആർക്കാണ് വിശ്വാസമുള്ളത് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, അവൻ ഇസ്രായേലായി. ആർക്കാണ് വിശ്വാസം ദൈവത്തിലുള്ളത്? ഹിസ് ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ട ആളായി, ഇസ്രായേലായി. അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉറക്കമില്ല. എന്തിനാണ് ഉറക്കമില്ലായിരിക്കണത്? പരിപാലകനാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊട്ടക്ഷൻ, ഈ പരിപാലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പരിപാലനമാണ്. ഇല്ല, അതായത് ഈ പരിപാലന തന്നെയാണ് നമ്മൾക്ക് ഇപ്പം സങ്കീർത്തനം 121:4 നമുക്ക് കിട്ടിയത് അല്ലേ? ഈ ഒന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. അപ്പോഴ് ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം എന്നതിൻ്റെ അർത്ഥം. പരിപാലിക്കുക. എന്തിനാണ് ഉറങ്ങാതിരിക്കണത്, എന്തിനാണ് മയങ്ങാതിരിക്കണത്? നമ്മളെ പരിപാലിക്കുക. ഇത് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതി വെക്കണതേ. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സങ്കീർത്തനം അറിയാതെ തന്നെ വന്നോളൂ.
എല്ലാവർക്കും ഇപ്പോൾ ചിലർ ദൈവത്തിന് ആനന്ദം കൊണ്ട് കരയും, അതും ഒരു സങ്കീർത്തനമാണ്. പാടണമെന്ന് നിർബന്ധമില്ല, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിശ്വാസങ്ങൾ വരും. കാര്യം ദൈവം ഓരോ കാര്യത്തിലും ഇപ്പം തന്നെ ഇന്ന് നടന്നൊരു സ്ഫോടനം ഇല്ലേ, സ്ഫോടനം. അപ്പം ഈ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് കളമശ്ശേരി നടന്ന സ്ഫോടനം വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലക്ഷങ്ങൾ പങ്കെടുത്തുന്ന റാലി നടക്കുക ഇല്ല. അല്ലാതെ തന്നെ ഇന്ന് പോലീസോടെ വന്നു സെക്യൂരിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് നമ്മളോട് വളരെയേറെ സഹകരിച്ചു ആണല്ലോ ഇതെല്ലാം നടക്കും. 60 പോലീസ് ഉണ്ടായിരുന്നു ഇന്നലെ ഫീൽഡിൽ, നമ്മളുടെ സെക്യൂരിറ്റി കൂടാതെ തന്നെ. അപ്പം എങ്കിലും ഇങ്ങനെ ഇഷ്യൂ കേട്ടപ്പോൾ ഇവിടെ സേഫാണോന്ന് അറിയാൻ വേണ്ടി അപ്പം തന്നെ പോലീസ് വന്നു. അപ്പം ഞാൻ തിരക്കൊന്ന് ഒഴിയട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനവും രാവിലെ ഷിഫ്റ്റ് ചെയ്തു. തിരക്കൊന്ന് ഒഴിയട്ടെ, നല്ല തിരക്കായിരുന്നു രാവിലെ. ആ സമയത്തൊരു രസമുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അത് മാത്രമല്ല, എൻ്റെ പ്രശ്നം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. ധ്യാനം ഷിഫ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്, കർത്താവ് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനും ക്ലിൻ്റൻ അച്ഛനും അസിസ്റ്റൻ്റ് അച്ഛനും ജോമോളും കൂടി എൻ്റെ മുറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ സത്യം, ഞാനെന്താ ധ്യാനം മാറ്റി വെച്ചതെന്ന്. കർത്താവ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനങ്ങനെ മൂടൗട്ടോടെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10:30 ഒരു 11 മണിയായി, ധ്യാനത്തിന് കേണ്ട സമയമായി. പക്ഷേ ഈശോ ഒന്നും മിണ്ടണില്ല. പെട്ടെന്ന് മനസ്സിൽ ഈശോ 17 എന്നും പറഞ്ഞൊരു നമ്പർ കാണിച്ചു. 17. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് റെസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജോമോള് പറഞ്ഞ്, ജസ്റ്റ് ടേക്ക് ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഓപ്പൺ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോമോള് ബൈബിൾ എടുത്ത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ റീഡ് ഇറ്റ് പറഞ്ഞു. അപ്പോൾ 8:17 ഞാൻ പറഞ്ഞാൽ 17 ഏതാ അതിനകത്ത് ആ 2 പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പേജിൽ 17 എവിടെയുള്ളത് നോക്കാൻ പറഞ്ഞു. കർത്താവ് കാണിച്ച 17 ആണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ 8:17 ഉള്ളത്. യോഹന്നാൻ്റെ 8:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 8:17. യോഹന്നാൻ 8:17 കർത്താവ് പറഞ്ഞ വചനം. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിയമം എന്ന് വെച്ചാൽ വചനം എന്നതിൻ്റെ അർത്ഥം. നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് എഴുതിയിരിക്കുന്നത്? വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് 2 പേര് പറഞ്ഞാൽ അത് സത്യമാണ്, ദൈവിക കാര്യങ്ങളാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ 2 പേര് കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഈശോ എന്താ ഉദ്ദേശിക്കുക മനസ്സിലായി. 2 കൃപാസനത്തിൽ അൾത്താരയിൽ സാക്ഷ്യത്തെക്കുറിച്ചല്ലേ പറയണത്. എന്താ പറഞ്ഞത്? 2 പേരിൽ വായിച്ചു. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത്, അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല. ഇപ്പം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് 2 പേരും ഒരേ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോഴെന്താണ് പ്രസംഗിക്കേണ്ടത്? 2 പേരുടെ സാക്ഷ്യം. എന്നുവെച്ചാൽ 2 ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ 2 3 2 കൂടുതലോ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അത് വേദപുസ്തക പ്രകാരം അത് സത്യമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് 2 പേരുടെ സാക്ഷ്യം, ഇത് ഇങ്ങനെ 2 അല്ല, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 10-20 പേര് ഈ 2-3 മാസത്തിന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കത് പിടിമിട്ട് ഈശോ എന്താണ്, എങ്ങോട്ടാണ് ഈശോ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ നടന്ന സാക്ഷ്യങ്ങളിൽ, കൃപാസന ഉടമ്പടി സാക്ഷ്യങ്ങളിൽ റെക്കറി ചെയ്ത് വരുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണം ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാലക്കൽ തിരുമേനിയാണ്, വർഗീസ് ചക്കാലക്കൽ തിരുമേനി. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ചിങ് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാലക്കൽ പിതാവിന് അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച്.
കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ അകത്ത് കൺകറൻസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ദൈവശാസ്ത്ര കാര്യം അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിൽ അധികാരം, പവറല്ല, ഇതൊക്കെ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു. KCB കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ട് കൊടുക്കുന്നത്, ഉടമ്പടിയുടെ. അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ അതിനെല്ലാം വിശ്വസിച്ച് അതിൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി. കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ. അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം, വചനപരമായിരിക്കണം. സഭയുടെ നിയമങ്ങളുണ്ട്, കാറ്റഗിസമത്ത് കാത്തലിക് ചർച്ചുണ്ട്, അത് വലിയ പുസ്തകമാണ്. പിന്നെ വത്തിക്കാൻ സുനദോസിൻ്റെ ഡയറക്ടറി ഉണ്ട്, സുനദോസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പിന്നെ ജെറോം ബിബ്ലിക്കൽ കമൻട്രി ഉണ്ട്. ഇതെല്ലാം വലിയ 10,000-3000 പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൺകർ ചെയ്യണം. ഒരു പ്രെയർ വരുമ്പോൾ, സഭയിൽ പുതിയ വരുമ്പോൾ, സഭയിലെ ഈ 2000 വർഷങ്ങളുടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോഗ്മയുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാകും. വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ കർത്താവ് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻറ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കൈയെഴുത്ത് പ്രതി മേടിച്ചുകൊണ്ട് പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എനിക്കറിയത്തില്ലായിരുന്നു അർഗീസ് പിതാവ്, ചക്കാലക്ക പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനെന്ന്. എനിക്കറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ തിയോളജിക്കൽ കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ മാതാവിനെല്ലാം അറിയാം. അതാണ് നമ്മുടെ സംഭവം. എനിക്ക് 2 കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത്, തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. രണ്ടാമത്തെ എനിക്കറിയാൻ പാടില്ലത്, ചക്കാലക്ക പിതാവാണ് ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. ആൾക്കറിയെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്. നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കടങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ക്ലിയർ അല്ലേ? പക്ഷേ നിന്റെ ദൈവത്തിന് അറിയാം. കൈയടിച്ച് കർത്താൻ പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഇസ്രായേലിൻ പരിപാലകൻ നിത്യജീവനേ കാലിടരാതെ അവനെ നയിക്കും. കൺമണി പോലവനെ കാക്കും. കാലിടരാതെ അവനെ നയിക്കും. കൺമണി പോൽ അവനെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇതിനാണ് പരിപാലനമെന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇവിടുത്തെ പരിപാലനം എന്താണ്? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തറിയാൻ പാടില്ല? ചക്കാലക്കൽ പിതാവാണ് KCBC ചെയർമാനെന്ന് അറിയാൻ പാടില്ല. ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നവുമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും. പിന്നെ നമ്മുടെ ശുശ്രൂഷയായിട്ടാണ് കൂടുതൽ
അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും. ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. നമുക്ക് അത്രയും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ ഞാൻ ശ്രദ്ധിക്കാൻ എനിക്കറിയാൻ പറ്റാഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ സംഭവം, ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളെവിടെ ജീവിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളറിയാം, ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ്, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ്, നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ രോഗം സുഖപ്പെടേണ്ടത്, എവിടെയാണ് നീ പഠിക്കേണ്ടത്, എല്ലാം നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിൻ്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും, ആ ദൈവം ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഈശോയുടെ മനസ്സിൽ എന്താ ഉള്ളത്, രണ്ടുപേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ, രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ രണ്ടുപേര് കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വന്നത് എന്താണ്, അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്, അദ്ദേഹം ടൈക്കണപ്പായിപ്പോയി, അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു ജപമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ട്. എല്ലാ ജനങ്ങളും, ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട്. എന്താണ്, അടുത്ത കൊല്ലം ഞാനും ഈ റാലിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന്. അതൊരു അഭിഷേകമാണ്. അതുകൊണ്ട് പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ, ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസനം മാതാവ് എന്നോട് സംസാരിച്ചു. അതാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി. ഇക്കാര്യം എനിക്കിത് അറിയാവില്ല, അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്നറിയാം. എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത്. അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ, ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് ഇയാൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ കാത്തിരിക്കാൻ കാരണമുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നത്, രൂപതാധ്യക്ഷനെ വിളിക്കാത്ത. പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒക്ടോബർ 28 ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്ക പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വൈ നോട്ട്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 3 പിതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാലപ്പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി, കോഹിമയിലെ പ്രോഗ്രാം കട്ടായി. അപ്പോൾ പിതാവ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് വരുന്നില്ലേ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിതാവ് വന്നു. പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയാണ് അവിടെ. അതാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം. ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതായത് ഈ പരിപാലനം എന്ന് പറഞ്ഞ ഇതാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
ഇസ്രായേലിൻ പരിപാലകൻ, ഉറങ്ങില്ല, ഭയമില്ല, നിത്യജീവനേകും ദൈവം, നിത്യഭൂമൻ കാവലല്ലോ. കാലിടറാതെ അവനെന്നെ നയിക്കും, കൺമണി പോലും അവനെന്നെ കാക്കും. കാലിടറാതെ അവനെന്നെ നയിക്കും, കൺമണി പോലും അവനെന്നെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ലൂക്ക 18:1. ലുക്ക 18:1. ഭഗ്നാശരാകാതെ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഭഗ്നാശരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ, തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മനസ്സ് ശിഥിലമാകാതെ, പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നത്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജപമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കൈയും കാലും കഴുകി, അതല്ല. അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. അതല്ല. പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലലല്ലേ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാമപ്രാർത്ഥനകളുണ്ടാവും. സന്ധ്യയ്ക്കുണ്ടാവും പ്രാർത്ഥിക്കും, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നേരത്തേക്ക് ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയത് കാരണം 2 മണിക്കൂറുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10, 11 മണി, ചിലപ്പോൾ 2 മണിയൊക്കെ നേരത്തെയൊക്കെ താമസിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. ചിലതൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും. പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും. ഉറക്കം നിന്നാൽ അതിനെ കാര്യം. എനിക്ക് വേറെ സഭയില്ലല്ലോ. പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫ്യൂഷനും ധ്യാനവും പിന്നെ എഴുതണമെല്ലാം 10-20 പുസ്തകം എഴുതി. അതെല്ലാം രാത്രിയിൽ എഴുതണം. അപ്പം അതിന് ഉറക്കം വരും, പ്രഷറായി. അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ടൈം കുറവാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും. തന്നിരിക്കുന്ന ടൈമിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യനല്ലേ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം യാചനാ പ്രാർത്ഥനയാണോ? മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കണേ. അങ്ങനെയല്ല മക്കളെ. നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും. ദൈവത്തിന് വേണ്ടി ജീവിക്കും. ദൈവത്തിന് വേണ്ടി ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകുകയാണ്. എല്ലാവരെ കൊണ്ടും ഭക്ഷണം കൊടുക്കിപ്പിക്കണം, എല്ലാവരെ കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം, തറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതിരിക്കുന്നവരെയും കുളിക്കാൻ പറയണം. ഇപ്പം നമ്മൾ കല്യാണം കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയ പള്ളിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേർ പുതിയ പ്രായക്കാരാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ അയാൾ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട്
ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നോടെ തിരിഞ്ഞു നോക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറന്മാർക്കായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല. അത് വന്ന് പരിപ്പിച്ചിട്ട് പോകും. ഇളയ മരുമകൾ തറവാട്ട് നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരിക്കൊഴിയോ ഇല്ല. ആ സമയത്ത് അവർ പിള്ളേർ വരാമെന്നും പറഞ്ഞ് അവർ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട്. അവരെ കുളിപ്പിക്കാൻ പറയണമെന്നതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച്. രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു. എനിക്ക് റെപ്പറ്റീഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? പത്രം കൊടുക്കാൻ പോണതും അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും. ഇപ്പം നമ്മളിവിടെ ഒരു കൃപാസനം മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചരിച്ചു. അതായത് എന്താ സംഭവിച്ചത്? നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പെടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ്. അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പ് എടുത്തു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് സംഭവം. അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് 2000-ഓളം പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്, സോഷ്യോ എന്നും പറഞ്ഞ്, അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിലെ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രാർത്ഥന കണ്ടനല്ല. നമുക്ക് കഴിവുണ്ട്, സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ദൈവം കക്ഷിയല്ല. ആണെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, യേശുവേ സ്തുതി. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ. മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റു പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? നമ്മൾ കൊടുക്കണതും മേടിക്കണതും എല്ലാത്തിനും പിന്നിൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. എന്താണ്? അവൻ്റെ നാമത്തിൽ. അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത്? 9:41. 37 എടുത്തേ. 9:37 എടുത്തേ. മർക്കോസ് 9:37. ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ പത്രം കൊടുക്കണ പ്രേക്ഷിത പ്രവർത്തനമായാലും, രോഗികളെ പോയി കാണുന്നതായാലും, ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണമായാലും, വസ്ത്രം കൊടുക്കണമായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം. എപ്പോഴാണത്? അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അവൻ്റെ കാര്യം വെച്ചാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ്. പല അക്കൗണ്ടൊന്നും ഇല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ.
ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിലറിയാൻ പാടില്ല. ഇപ്പം ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എല്ലാം മാതാവ് സഹായിച്ചു, മാതാവ് സുഖപ്പെടുത്തി എന്നാണ് പറയണം. ചില അച്ഛന്മാർക്ക് ശരിക്കും കുരു പൊട്ടും അത് കേൾക്കുമ്പോൾ. അവർ പറയും മാതാവല്ല ദൈവം, യേശുവാണ് ഏകരക്ഷകൻ. ഇതാര് പറഞ്ഞല്ലെന്ന്. കർത്താവിൻ്റെ നമുക്ക് മനുഷ്യരാശിക്ക് നിത്യരക്ഷ നൽകുന്നത് ഒരു നാമം മാത്രമേ ഉള്ളത്, ഈശോയുടെ നാമമാണ്. ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും ഈ ഭൂമിയിൽ? മാതാവിനെ പോയല്ലാതെ ആർക്ക് കഴിയും? കാര്യം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ്. നമ്മുടെ പോലെയുള്ള വിശ്വാസമല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ? അതല്ലേ ഈശോ ചോദിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചൊരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ്. അതുപോലെ നിങ്ങൾ അത്ഭുതം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ആരാധന ആരാധന. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷയില്ല യേശുവിനല്ലാതെ. ഏകരക്ഷകനവനല്ലോ യേശുവിനുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മാനവരക്ഷയ്ക്കുള്ളിൽ വേറെ നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യോഹന്നാൻ 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും. അതാണ് വിഷയം, സാധാരണ മനുഷ്യർ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? യേശു കൈമോശം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി എന്തൊരു ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2:48. ലൂക്കാ 2:48 വായിച്ചോളൂ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇതാണ് വിഷയം. ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് 2:48. ഈ 2:48 കൂടെയാണ് യോഹന്നാൻ 6:26 ലൂപ്പ് ചെയ്യേണ്ടത്. എന്താ പറയണത്? അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം. അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പമെന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ കൈമോശം വന്നാൽ മതി. യേശുവിനെ കൺമട്ടത്തിൽ നിന്ന് മറഞ്ഞിരിക്കണ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ദൈവവേദലേ, എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത്?
നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത്, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത്, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത്? ദാറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ്. നിങ്ങൾക്ക് കർത്താവിന് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടല്ല, അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശ ഉള്ളത് കൊണ്ടല്ല, യേശുവിനെ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവർ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോവുമെങ്കിൽ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച അമ്മയുടെ മക്കളായി ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്കലാപ്പോടെ അമ്മയെപ്പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ യേശുവേ ഈശോയെ നഷ്ടപ്പെട്ട അവസരങ്ങളിൽ തിരിച്ചു നടക്കണമേ. സ്വർഗീയ പൊൻമലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. നേടിയെടുക്കാൻ ഒരു കാര്യമില്ലാത്ത, ഒരു വിഷയമില്ലാത്ത അവസ്ഥയിലെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പേസ് എവിടെയാണ്? സുഖപ്പെടാൻ ഒരു രോഗമില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്പേസ് എവിടെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ചാണ് നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം അടുപ്പമാണ്, അകലെയാണെന്ന് തിരിച്ചറിയണത്. നേടിയെടുക്കാൻ ഒരു കാര്യമില്ല, ജയിക്കാൻ ഒരു പരീക്ഷയില്ല, സുഖപ്പെടാൻ ഒരു രോഗമില്ല, കിട്ടാൻ ഒരു ജോലിയില്ല, വസിക്കാൻ ഒരു വീടിൻ്റെ വിഷയമില്ല. അങ്ങനെ വന്നാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ എന്തായിരിക്കും? അടുപ്പമോ അകലമോ? അതെന്ന് ഒരു വിശ്വാസി അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിലെ ഉത്കണ്ഠയോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. കിട്ടുമോ, കണ്ടുമുട്ടുമോ? അതാണ് അമ്മ പറയണത്, എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടിയാണ്. വെറുതെയുള്ള അന്വേഷണമല്ല. കണ്ടു കിട്ടാൻ കഴിയുമോ, ഇനി ഒരിക്കലും കാണാതിരിക്കുമോ, ഇങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് അമ്മ യേശുവിനെ തിരക്കി പോണത്. അവസാനം കണ്ടുമുട്ടുമ്പോഴും അമ്മ തൻ്റെ മനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം അതുപോലെ ഈശോനോട് പറയും. എൻ്റെ ദൈവത്തിലെ ഈ ധ്യാനത്തിൽ ഈശോ എന്താ പറയണം? നിനക്കെപ്പോഴും മിസ്സാകുന്നുണ്ടോയെന്ന് നോക്കണം ജീസസിനെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഇപ്പം കുടുംബത്തിലാകുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും, എപ്പോഴും ഇഷ്യൂ. ഇപ്പോൾ കടലിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകണത്? അത് സ്ഥിരതല്ലേ. ഈ കടലിലെ മത്സ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ജലാശയത്തിലെ മത്സ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം ഓക്സിജൻ എടുക്കണത്? വെള്ളത്തിൽ നിന്നല്ലേ. മഴയും കാറ്റും വരുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഓക്സിജൻ അല്ലേ കിട്ടണത്. അപ്പം കടലിലുള്ള ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് അതിന് തിരച്ചിലുള്ളത്. പ്രാണവായുവും തിരയിലെ പിടച്ചിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശരിക്കും. ഇപ്പം നമ്മൾ തന്നെ തിരയൊന്നും ഇല്ലാ സ്ഥലങ്ങളിലൊക്കെ ചെമ്മീനൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശാസ്ത്രീയമായിട്ട് ചെമ്മീൻ വളർത്തുന്ന സ്ഥലങ്ങളിൽ തന്നെത്താൻ തിര ഉണ്ടാക്കി കൊടുക്കും. ഒരു മെഷീൻ വെച്ച് തിര ഉണ്ടാക്കി കൊടുക്കും, പതപ്പിച്ച്, വെള്ളം പതപ്പിച്ച് കൊടുക്കും. ഒരു വലിയൊരു മോട്ടർ വെച്ചിട്ടേ, ഇങ്ങനെ ഇലകളുള്ള ഒരു മോട്ടർ വെച്ചിട്ട് കറക്കി. അപ്പോൾ ഞാൻ ചോദിക്കും എന്നാ പരിപാടി? അപ്പോൾ വെഞ്ചരിക്കാനൊക്കെ ഈ പാടശീലത്തിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഇത് 4 മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത്. മോട്ടറല്ല, ഇങ്ങനെ ഒരു പങ്കയാണ്, വെള്ളത്തിൽ കിടന്ന് കറങ്ങി പോകത്തെ. എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കറക്കി പതപ്പിച്ചെടുക്കും. അപ്പം ഓക്സിജൻ, ക്രിയേറ്റിംഗ് ഓക്സിജൻ. അപ്പോഴേക്ക് മനസ്സിലായി വെള്ളമായ പതയും തിരയും ഉണ്ടാവും. എന്തിനാണ്? അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓക്സിജന് വേണ്ടിയാണ്.
നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ഓക്സിജൻ വേണം. അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തിരയില്ലാത്തൊരു കടലിനെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റത്തില്ല. തിര ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നിൻ്റെ ആത്മാവിന് ദൈവത്തിന് അനുഭവിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും, തിരയുണ്ടാകും. ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഈ ആഴ്ച നല്ലതാണെന്ന് വിചാരിച്ചോ, സന്തോഷമായിരിക്കും. ഇപ്പം ചിലർ വാരഫലക്കാർ ചോദിക്കുക, നിൻ്റെ ഈ ആഴ്ച, എല്ലാവരും ഉടനെ എടുത്ത് നോക്കും. ആൾക്കാർക്ക് അമർത്തിയിടാൻ പറ്റിയ സാധനമാണത്, ഈ ആഴ്ച, നിൻ്റെ ഈ ആഴ്ച. അപ്പം നമ്മൾ വായിക്കണത് എന്താണ്? വായിക്കണത് ഈ ആഴ്ച എങ്ങനെയാണെന്നാണ് വായിക്കണത്. അപ്പോൾ അവിടെ അവർ പറയണ എല്ലാം നല്ല കാര്യമായിരിക്കും. നിന്നെ ടെൻഷൻ അടപ്പിക്കേണ്ട, പതപ്പിക്കേണ്ട, നിനക്ക് ഓക്സിജൻ കിട്ടേണ്ട, ആത്മാവ് ചത്തുപോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാരപഥക്കാരൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പതപ്പിക്കാൻ ഇഷ്ടമില്ല അവർക്ക്, ശാന്തമായി കിടക്കട്ടെ എന്നാണ്. അപ്പോൾ നമുക്കും വേണ്ടത് ശാന്തതയാണ്. പക്ഷേ ദൈവത്തിന് ശാന്തത വേണ്ട. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു, ഞാൻ തിര അടുപ്പിക്കാൻ വേണ്ടി വന്നു, ഞാൻ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു, നിൻ്റെ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഭൂമിയിൽ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലൂക്ക 12:49. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞേ. കണ്ട, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. പൊള്ളുന്ന അനുഭവം ഉണ്ടാവുന്ന അർത്ഥം. ചിലപ്പോൾ ഭാര്യയുടെ വാക്കിൽ നിന്നായിരിക്കും നമുക്ക് പൊള്ളണത്. പക്ഷെ ബുദ്ധിയും ബോധവും ജ്ഞാനം ഉള്ളവൻ പറയണം, ഭാര്യയല്ല സംസാരിക്കണേ, കർത്താവ് പതപ്പിക്കണമെന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കണത്? ചില മക്കൾ തന്നെ അങ്ങനെ തോന്നിയ വശം പറഞ്ഞവർ നമ്മുടെ ഗന്ന്, അവരെ പതപ്പിക്കും നമ്മളെ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം എന്നൊക്കെ പറയണത് ഒരു കുളിപ്പിക്കലാണ്, കൃപയുടെ കുളിപ്പിക്കലാണ്. നമ്മൾ ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വരപ്രസാദമാണ്. ഈ വരപ്രസാദം എന്ന് പറയുന്ന ഓക്സിജൻ, ആത്മാവിൻ്റെ ശ്വസനവായുവാണത് വരപ്രസാദം. ഇത് ഈ കൃപ ഉണ്ടാകണമെങ്കിൽ കുരിശുണ്ടാകണം. അതുകൊണ്ട് തീ ഇടയ്ക്കിടയ്ക്ക് വീഴും, പൊള്ളുന്ന അനുഭവം ഉണ്ടാവും, പതപ്പിക്കും. ഇതിൻ്റെ പ്രശ്നം എന്താ? ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ലൈഫിനെ ദൈവത്തിനെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണത്? ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ പെയ്തും പെരുക്കുകയും ബഹളം ഉണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യത്തില്ല. എന്താ കാര്യം? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് അതിൻ്റെ കൂടെ എഴുതിയിരിക്കണത്. ഉത്കണ്ഠ ഉണ്ടായി, പക്ഷെ ഉത്കണ്ഠയുടെ അർത്ഥം കക്ഷിക്ക് മനസ്സിലായി. ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോഴേ ഞാനും നിൻ്റെ ഇപ്പോൾ 2:48 എന്താ പറയണത്? ലുക്കാൻ്റെ സുവിശേഷം 2:48, ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പിതാവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. കർത്താവ് പറയുന്നുണ്ട്, കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ പ്രീസപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ടു യു. എനിക്കറിയാം നിങ്ങൾക്കത് അറിയേണ്ടതാണെന്ന്. പക്ഷേ അമ്മയുടെ സ്വഭാവമല്ലേ, അമ്മയല്ലേ, പെട്ടെന്ന് ആശയമൊന്നും ഓർത്തില്ല. ആൾ കൈമോശം വന്നപ്പോൾ പടച്ചു പോയി, ആൾ ഉത്കണ്ഠ കയറിപ്പോയി. ആ ഉത്കണ്ഠ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് നോട്ട് ടു യു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ അറിവ് ആ ഇമോഷൻ ലെവലിൽ നിന്ന് ബുദ്ധിപരമായ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുവന്നിട്ട് അമ്മ അടുത്ത വാക്ക് പറയും. വചനം എന്ത് പറയും? അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് സമ. ലൂക്ക 2:51. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഉത്കണ്ഠയുടെ അർത്ഥം മനസ്സിലായി. ഓരോ വിഷയവും സംഭവിക്കുമ്പോൾ ആ സംഭവത്തിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഓരോ വിഷയങ്ങളും സംഭവിക്കുമ്പോൾ ഓർക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:3. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 1:3. ആ, സമസ്തവും അവനിലൂടെ ഉണ്ടായി, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അതായത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അതിന് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ അമ്മയെപ്പോലെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗന സ്നേഹത്തോടെ ദൈവ തിരുസന്നിധി ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടവനായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.